വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്കൊരു മഫിൻ കേക്ക് ഉണ്ടാക്കിയെടുത്താലോ? അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്ട്രോബെറിയാണ് ഇടുന്നത്, കണ്ടോ. ആദ്യം നമുക്ക് 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് അരച്ചെടുക്കാം. മുട്ട, 1/2 കപ്പ് പഞ്ചസാര, ഇത് നമുക്കൊന്ന് നന്നായി അരച്ചെടുക്കാം. മുട്ട നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. അരിച്ചിട്ടിട്ട് കൊടുക്കണം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. നന്നായി അരിച്ചെടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കിയെടുക്കാം. നമുക്ക് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ നന്നായി ഇളക്കിയെടുത്താൽ മതി. ഇനി അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നന്നായി ഇളക്കിയെടുക്കാം. മൈദ ഇട്ടിട്ട് പിന്നെ അടിക്കരുത്, ഇളക്കി നന്നായി ഇളക്കിയെടുത്തിട്ട് ചേർത്തെടുത്താൽ മതി നല്ലോണം. അത് നന്നായി ചേർത്തെടുക്കുക. അപ്പോൾ കണ്ടോ, അത് നന്നായി ചേർത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചേർത്തെടുത്താൽ മതിയേ. ഈ രീതിക്ക് ചേർത്തെടുത്താൽ മതി. ഞാൻ കുറച്ച് കപ്പുകൾ കൊണ്ടു വെച്ചിട്ട് നമുക്കിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാനുണ്ട്. ചേർത്തെടുക്കാം. നമുക്ക് ഈ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ എല്ലാത്തിലും ഒഴിച്ചു വെക്കുക. ഇതേപോലെ ഒഴിച്ച് വെച്ചെടുത്താൽ മതി. നമുക്കിതിലേക്ക് കുറേശ്ശെ ഇതേപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം ഞാൻ കംപ്ലീറ്റ് ആക്കാം ഒഴിച്ചിട്ട്. കണ്ടോ, ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഈ ചൂടായ ഓവനിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
വേവട്ടെ. അത് ടൂത്ത് പിക്ക് എടുത്തിട്ട് ഒന്ന് നോക്കിയാൽ മതി വെന്തോന്ന്. ഒക്കെ വെന്തുണ്ട് കണ്ടോ. 40 മിനിറ്റാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. മഫിൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കട്ടെ. നമുക്കിതെടുക്കാം. ചൂടാറിയിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഇതുണ്ടോ, ഇതുപോലെ ഉണ്ടാക്കി വെക്കണേ. കണ്ടോ. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, അപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. കണ്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.